കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ ഗവേഷക വിദ്യാർത്ഥികൾ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം 4ാം ദിവസത്തിലേക്ക്. ഗവേഷകരുടെ എക്സ്റ്റൻഷൻ ഫീസ് ഉയർത്തിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. എത്തിക്കൽ കമ്മിറ്റിയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേഗത്തിൽ ലഭ്യമാക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെടുന്നു. ഗവേഷക വിദ്യാർത്ഥി യൂണിയന്റെയും SFIയുടെയും നേതൃത്വത്തിലാണ് ഈ മാസം 29 മുതൽ എക്സ്റ്റൻഷൻ ഫീസ് വർധനയ്ക്കെതിരെ കാര്യവട്ടം ക്യാമ്പസിന് മുന്നിൽ ഗവേഷകർ സമരം ആരംഭിച്ചത്. 600 രൂപയായിരുന്ന ഫീസ് 1,70,000 രൂപയാക്കി സർവകലാശാല കുത്തനെ ഉയർത്തിയിരുന്നു. എത്തിക്കൽ കമ്മിറ്റിയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സർവകലാശാല യഥാസമയത്തു നൽകാത്തതും ലാബ് സൗകര്യങ്ങൾ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും കാരണം പലപ്പോഴും ഗവേഷകർക്ക് ഗവേഷണ നടപടികൾ പൂർത്തിയാക്കാൻ 5 വർഷത്തിലധികം സമയമെടുക്കുന്നു. ഈ സാഹചര്യത്തിൽ കുത്തനെ ഉയർത്തിയ ഫീസ് ഗവേഷകർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. സർവകലാശാലയുടെ PhD 5 വർഷം കഴിയുന്ന വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ട എക്സ്റ്റൻഷൻ ഫീസ് 600 രൂപയിൽ നിന്നും 1,70,000 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ അമിതമായി വർദ്ധിപ്പിച്ച എക്സ്റ്റൻഷൻ ഫീസ് അടിയന്തരമായിട്ട് പിൻവലിക്കുക. 2016-17 MPhil നഷ്ടമായ സീറ്റുകൾ ഏകദേശം 300-ൽ പരം സീറ്റുകളാണ് നഷ്ടമാകുന്നത്. ആ സീറ്റുകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കുവാൻ വൈസ് ചാൻസലർ ഇടപെടുക. ഫീസ് ഉയർത്തിയതിൽ പ്രതിഷേധിച്ച വൈസ് ചാൻസലർക്ക് പരാതി നൽകാനെത്തിയ സെനറ്റ് അംഗം ഉൾപ്പെടെ 6 പേരെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നും ഗവേഷകർ ആവശ്യപ്പെടുന്നു. 300ഓളം സീറ്റുകൾ MPhil പ്രവേശനം നടത്തിയ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നിഷേധിച്ചതിനെതിരെ സർവകലാശാല യൂണിയന്റെ നേതൃത്വത്തിൽ ഹൈക്കോടതിയെ സമീപിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.